നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 31, 2025 വ്യാഴം. അങ്ങനെ ഈ മാസത്തെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയും വലിയ സംഭവവികാസങ്ങൾക്ക് ശേഷം പര്യവസാനിക്കുക ഉണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരു ചോപ്പി ട്രേഡിംഗ് സെക്ഷനാണ് ദൃശ്യമായത്. ഇന്ത്യക്കെതിരെ ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം ഉണ്ടായെങ്കിൽ കൂടിയിട്ടും ഇന്നത്തെ ആദ്യ സെക്ഷനിൽ നമ്മുടെ മാർക്കറ്റിൽ റാലി കാണുവാൻ പ്രധാനമായും കാരണമാക്കിയത് 4 കാരണങ്ങളാണ്. എന്നാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഇന്നത്തെ നേട്ടങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഹ്യൂജ് ഫോൾ ദൃശ്യമായി. ഇന്ന് പ്രധാനമായും 5 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഉച്ചയ്ക്ക് ശേഷം ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ മാർക്കറ്റില് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ് ഡൗണോട് കൂടിയ ഒരു ഓപ്പണിംഗ് ആയിരുന്നു ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് വന്നതിനെ തുടർന്ന് ദൃശ്യമായിരുന്നത്. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ലോ. എന്നാൽ അവിടെ നിന്നും മാർക്കറ്റ് അതിശക്തമായി തന്നെ നിമിഷങ്ങൾക്കകം കുതിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. നിഫ്റ്റി ഇന്ന് 9:17 കൂടി അതിന്റെ ഡേ ലോ ടച്ച് ചെയ്തെങ്കിൽ കൂടിയിട്ടും 9:25 കൂടി അതായത് 7 മിനിറ്റ് കൊണ്ട് 90 പോയിന്റുകളുടെ മൂവ് ആണ് നിഫ്റ്റിയിൽ സംഭവിച്ചത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിലും നിഫ്റ്റിയിലും രാവിലെ 10 മണിയോടുകൂടി ഗ്രാജുവലി മുകളിലേക്ക് ഒരു പ്രയാണം ദൃശ്യമായി. ഉച്ചയ്ക്ക് 2 മണി വരെ ഗ്രാജുവലി ആയിട്ടുള്ള ഈ റാലി നമ്മുടെ മാർക്കറ്റിൽ ദൃശ്യമായിരുന്നു. എന്നാൽ 2 മണിയോടുകൂടി കാര്യങ്ങളൊക്കെ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് ദൃശ്യമാവുകയുണ്ടായത്. 1 മണിക്കൂറും 10 മിനിറ്റും കൊണ്ട് അതായത് 2 മണിയിൽ തുടങ്ങി 3:10 കൊണ്ട് നിഫ്റ്റിയിൽ 200-ലേറെ പോയിന്റുകളുടെ ചോർച്ചയാണ് ദൃശ്യമായത്. സോ തൽഫലമായി ഇന്ന് നമ്മുടെ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസും തന്നെ ഇന്ന് നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഇന്ന് NSE-യിൽ 872 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചുള്ളൂ. തത്സമയം 1786 കമ്പനികൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. HUL, ജിയോ ഫൈനാൻഷ്യൽ, ഇറ്റേണൽ, JSW, ITC തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുന്ന കാഴ്ച ദൃശ്യമായപ്പോൾ തത്സമയം അദാനി എന്റർപ്രൈസസ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, അദാനി പോർട്സ്, ടാറ്റ സ്റ്റീൽ, സൺ ഫാർമ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടുന്നതായിട്ടും ദൃശ്യമായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇന്ന് FMCG ആയിരുന്നു മികച്ച പ്രകടനം നമ്മുടെ മാർക്കറ്റിൽ കാഴ്ചവെക്കുകയുണ്ടായത്. HUL-ന്റെ Q1 ഏർണിങ്സ് പോസിറ്റീവായി വന്നതോടുകൂടി അതിന്ന് നമ്മുടെ FMCG സെക്ടറിനെ പോസിറ്റീവായിട്ട് തന്നെ ബാധിച്ചു. തൽഫലമായി ഇന്ന് FMCG സെക്ടറിൽ 1.4% നേട്ടം കൈവരിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. തത്സമയം IT, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, PSU ബാങ്ക്, ഫാർമ, റിയാലിറ്റി, ടെലികോം തുടങ്ങിയ സെക്ടറുകളിൽ 0.5% മുതൽ 1.8% ഇടിവ് ദൃശ്യമാവുകയുണ്ടായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിലും മോശമായ പെർഫോമൻസ് തന്നെയായിരുന്നു ദൃശ്യമായത്. BSE മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും 0.7% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്നും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 18 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 87.60 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്ന് സെൻസെക്സിന് 296 പോയിന്റുകളുടെയും നിഫ്റ്റിക്ക് 86 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 188 പോയിന്റുകളുടെ നഷ്ടം നേരിടുകയുണ്ടായി. നിഫ്റ്റി 24,800 എന്ന ലെവലിന് താഴെയായിട്ടാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്ന് മാർക്കറ്റിന്റെ തുടക്കത്തില് ഇന്ത്യ വിക്സില് 9%-ലേറെ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും ക്ലോസിംഗ് ബേസിസിൽ 3% അടുത്ത് മാത്രമേ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായുള്ളൂ. അനലിസ്റ്റുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം US പ്രസിഡന്റ് ട്രംപ് 25% അഡീഷണൽ താരിഫ് പ്രഖ്യാപിച്ചെങ്കിൽ കൂടിയിട്ടും നെഗോസിയേഷനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ, കാരണം ഓഗസ്റ്റ് പകുതിയോടുകൂടി അമേരിക്കൻ ഒഫീഷ്യൽസ് ന്യൂഡൽഹിയിലേക്ക് വരുന്നുണ്ട്. സോ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം 15% താരിഫ് ആയിരിക്കാം ഫൈനൽ ഡീലിൽ ഇന്ത്യക്ക് ലഭിക്കാനായിട്ട് പോകുന്നു എന്ന വിലയിരുത്തലുകൾ വരുന്നുണ്ട്. കാരണം മറ്റുള്ള രാജ്യങ്ങളെക്കാളും കുറഞ്ഞ താരിഫ് ഇന്ത്യക്ക് ലഭ്യമാകാനായിട്ടാണ് ഇന്ത്യ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ട്രേഡ് നെഗോസിയേഷനുമായിട്ട് ഫസ്റ്റ് സെക്ഷനിൽ തന്നെ ഇറങ്ങിത്തിരിക്കുക ഉണ്ടായത്. അതിന്റെ ഫലമായിട്ടാണ് ടെസ്ലയ്ക്കും സ്റ്റാർലിങ്കിനൊക്കെ ഇന്ത്യയിലേക്ക് പ്രവേശനം കൊടുക്കുകയുണ്ടായത്. അതുപോലെ തന്നെ അനലിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന മറ്റൊരു അഭിപ്രായം, ട്രേഡ് താരിഫിന്റെ ഉയർച്ച ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ വലിയ രീതിയിൽ ബാധിക്കുവാൻ സാധ്യതകൾ ചുരുക്കമെന്നാണ് അവരുടെ അഭിപ്രായം. കാരണം ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ പ്രൊഡക്ട്സിലും ട്രഡീഷണൽ ഐറ്റംസ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. ലൈക്ക് ജെംസ്, ജ്വല്ലറി, ലെതർ,
ടെക്സ്റ്റൈൽസ് തുടങ്ങിയവ. അതിൽ പരിമിതമായ സ്റ്റോക്കുകൾ മാത്രമേ ഇന്ത്യയിലെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. തൽഫലമായി തന്നെ ഇതിന്റെ ഒരു ഇമ്പാക്ട് വളരെ കുറവായിരിക്കും. ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത്. താരിഫ് നയങ്ങളുടെ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന്റെ ഫലമായിട്ട് ഇന്ന് ഇന്ത്യൻ ഷ്രിംപ് എക്സ്പോർട്ട് സ്റ്റോക്കുകളായ അപ്പെക്സ് ഫ്രോസൺ, ആവന്തി ഫീഡ്സിലൊക്കെ 6% ഫോൾ ഇൻട്രാഡേ ബേസിസിൽ ദൃശ്യമായിരുന്നു. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഔദ്യോഗികമായി വന്നതിനെ തുടർന്ന് വലിയ ഒരു ഗ്യാപ് ഡൗൺ കണ്ടെങ്കിൽ കൂടിയിട്ടും മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ മാർക്കറ്റ് റിക്കവറായി ഇന്ന് വലിയ നേട്ടത്തിലേക്ക് നമ്മുടെ മാർക്കറ്റിനെ നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പരിശോധിക്കാം. പ്രധാനമായും 4 കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തത് ട്രേഡ് നെഗോസിയേഷന്റെ മുകളിലുള്ള പ്രതീക്ഷകൾ തന്നെയാണ്. സോ ഈ ഒരു ഹോപ്പ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഫസ്റ്റ് സെക്ഷനിൽ നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. രണ്ടാമതായി നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് മുകളിലേക്ക് പോകാൻ സഹായിച്ച മറ്റൊരു ഘടകം ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവ് തന്നെയാണ്. നമ്മൾ കണ്ടു ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടില് ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $72 മുകളിലേക്ക് പോയതായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $70 മുകളിലായിട്ടും പോയതായിട്ട് നമ്മൾ കണ്ടിരുന്നു. എങ്കിൽ പിന്നീട് അവിടെ നിന്നും ക്രൂഡ് ഓയിൽ ഫോൾ ആകുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. സോ സ്വാഭാവികമായിട്ടും ഇന്ന് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇടിഞ്ഞതും നമ്മുടെ മാർക്കറ്റിന്റെ മുന്നോട്ടുള്ള യാത്രയെ വലിയ രീതിയിൽ തന്നെ സഹായിക്കുകയുണ്ടായി. മൂന്നാമതായിട്ട് പോസിറ്റീവായി വന്ന ഗ്ലോബൽ ക്യൂസ് ആണ്. ഇന്നലെ US നിന്നും വന്ന ഇൻഫ്ലേഷൻ ഡേറ്റകൾ റോബസ്റ്റ് തന്നെയായിരുന്നു. മാത്രമല്ല മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നത് റേറ്റ് കട്ട് സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തുമെന്നാണ്. അത് അങ്ങനെ സംഭവിച്ചു. അതുപോലെ തന്നെ US മാർക്കറ്റിന്റെ ഫ്യൂച്ചറായ ഡോ ജോൺസ് ഫ്യൂച്ചർ നേട്ടത്തോടു കൂടി തന്നെ ആയിരുന്നു വ്യാപാരം ഈ ദിനത്തിൽ മൊത്തത്തിൽ തുടർച്ചയായി വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല ഇന്ന് ജപ്പാൻ മാർക്കറ്റൊക്കെ 1.5% നേട്ടത്തോടു കൂടിയിട്ടായിരുന്നു വ്യാപാരം നടത്തിയിരുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെയും ഫസ്റ്റ് സെക്ഷനിൽ നേട്ടത്തിലേക്ക് നയിക്കുവാൻ പ്രധാന കാരണമായി മാറി. നാലാമതായി ഇന്ത്യൻ രൂപ ഇന്ന് ഫസ്റ്റ് സെക്ഷനിൽ അമേരിക്കൻ ഡോളറിനെതിരെ 14 പൈസയുടെ നേട്ടം കൈവരിക്കുന്ന കാഴ്ച ദൃശ്യമായി. സോ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ വർധനവ് ഫസ്റ്റ് സെക്ഷനിൽ നമ്മുടെ മാർക്കറ്റിനെയും വലിയ രീതിയിൽ ഗുണം ചെയ്യുകയുണ്ടായി. നിഫ്റ്റി ബാങ്കിന്റെയൊക്കെ റാലിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് ICICI ബാങ്കും കൊട്ടാക് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള തകർപ്പൻ പ്രകടനം തന്നെയായിരുന്നു. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ഗ്യാപ് ഡൗണോട് കൂടിയ ഒരു ഓപ്പണിംഗ് ആയിരുന്നു ദൃശ്യമായതെങ്കിലും അവയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ അതിശക്തമായി നമ്മുടെ മാർക്കറ്റ് ഇന്ന് മുന്നേറിയതിനു ശേഷം 2 മണിയോടുകൂടി അതിശക്തമായി നമ്മുടെ മാർക്കറ്റില് എല്ലാ നേട്ടങ്ങളും വൈപ്പ് ഔട്ട് ആക്കിക്കൊണ്ട് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതിന്റെ കാര്യങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം ഔദ്യോഗികമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന ട്രേഡ് താരിഫിന്റെ പ്രഖ്യാപനം തന്നെയാണ്. ഇത് മാർക്കറ്റ് ഫസ്റ്റ് സെക്ഷനിൽ അവോയ്ഡ് ചെയ്തെങ്കിൽ കൂടിയിട്ടും നിക്ഷേപകരുടെ ഇടയ്ക്കും വിദേശ നിക്ഷേപകരുടെ ഇടയ്ക്കും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടയിലും ആശങ്ക വർദ്ധിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഇടിയുവാൻ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ മാറി. രണ്ടാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് മോശമായി സ്വാധീനിച്ച ഘടകം ഇന്നലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ട് റേറ്റ് കട്ടിന്റെ പ്രതീക്ഷകളൊന്നും മാർക്കറ്റിന് ലഭിച്ചില്ല. സ്വാഭാവികമായിട്ടും അതിന്റെ ഫലമായിട്ട് മാർക്കറ്റിൽ നിരാശ ഉടലെടുക്കുകയുണ്ടായി. അതിന്ന് ഗ്ലോബൽ മാർക്കറ്റിലും ദൃശ്യമാണ്. മൂന്നാമത്തെ ഘടകം തുടർച്ചയായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന കണ്ടിന്യൂസ് സെല്ലിംഗ് തന്നെയാണ്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിലും തുടർച്ചയായി സെല്ല് ചെയ്യുന്നു. ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻസും ദിനം പ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നാലാമതായി നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് മോശമായി ബാധിച്ച മറ്റൊരു ഘടകം വീക്കായി വരുന്ന Q1 ഏർണിംഗ്സ് തന്നെയാണ്. Q1 ഏർണിംഗ്സ് ആണ് നമ്മുടെ മാർക്കറ്റ് നിലവിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുവാനുണ്ടായിരുന്ന ഒരേ ഒരു ഘടകം. കാരണം നിലവിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സെല്ല് ചെയ്യുന്നു. ട്രേഡ് താരിഫിന്റെ ഡിക്ലറേഷൻ വന്നു. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ തീരുമാനം വന്നു. അതുകൂടാതെ ഇന്ത്യൻ സ്റ്റോക്കുകളുടെ ഒക്കെ വാല്യുവേഷൻസ് ഒക്കെ ഓവറാണ്. സോ തുടർച്ചയായി പല പ്രധാനപ്പെട്ട കമ്പനികളുടെയും ഭാഗത്ത് നിന്ന് വരുന്ന മോശമായ Q1 ഏർണിംഗ്സും നമ്മുടെ മാർക്കറ്റിന്റെ പ്രതീക്ഷകളെ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. സോ ഈ ഒരു ഘടകത്തിനും നമ്മുടെ മാർക്കറ്റിനെ തൽഫലമായി സപ്പോർട്ട് ചെയ്യുവാൻ ആയില്ല. അഞ്ചാമതായി നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് തളർത്തിയ മറ്റൊരു ഘടകം അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ഇന്നും ഇടിയുന്ന കാഴ്ചയാണ് ക്ലോസിംഗ് ബേസിസിൽ ദൃശ്യമായത്. സോ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന ഇടിവ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ സെല്ലിങ് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്ന ഘടകമാണ്.
സോ ഈ 5 ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായ നേട്ടങ്ങളെ മൊത്തം വൈപ്പ് ഔട്ട് ആക്കുവാൻ ഇന്ന് കാരണമായത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HUL നെറ്റ് പ്രോഫിറ്റിൽ 6% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 2768 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ടോട്ടൽ സെയിൽസിലും 5% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. ജിയോ ഫൈനാൻഷ്യൽ 15,825 കോടി രൂപയുടെ ക്യാപിറ്റൽ റേസിംഗിനുള്ള അപ്രൂവൽ കമ്പനിയുടെ ബോർഡ് നൽകുകയുണ്ടായി. പ്രൊമോട്ടേഴ്സിനുള്ള പ്രിഫറൻഷ്യൽ വാറന്റ്സ് വഴിയായിരിക്കും ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. അംബുജ സിമന്റ്സ് നെറ്റ് പ്രോഫിറ്റിൽ 23% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 640 കോടി രൂപയിൽ നിന്നും 788 കോടി രൂപയായി വളർന്നു. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 23% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ് ഇന്ന് IPO NSE ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. 10% പ്രീമിയത്തിന്റെ നഷ്ടത്തോടുകൂടി. സയൻ 16 രൂപ ഡിവിഡൻഡ് പെർ ഷെയർ നൽകുവാനായിട്ട് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി എന്നുള്ള വാർത്തകൾ. സൺ ഫാർമ നെറ്റ് പ്രോഫിറ്റിൽ 20% ഇടിവാണ് Q1 പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തത്സമയം റവന്യൂവിൽ 9% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. TVS മോട്ടോഴ്സ് നെറ്റ് പ്രോഫിറ്റ് 35% ഉയർന്നുകൊണ്ട് 577 കോടി രൂപയിൽ നിന്നും 779 കോടി രൂപയായി വർദ്ധിച്ചു. റവന്യൂവിലും 20% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.